കോക്രോച്ചുകൾക്ക് കരണ്ട് തിന്നാൻ ഇനിയുമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിൽ. പാറ്റകൾ ധർമ്മേന്ദ്ര പ്രധാന്റെ മന്ത്രിക്കസേര കരണ്ട് തിന്നതിന് പിന്നാലെ അടുത്തൊരു മുന്നേറ്റം കൂടി രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാൻ വീണതോടെ ഇനി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടാണോ അടുത്ത നീക്കമെന്നാണ് സംശയം. കോക്രോച്ച് ജനതാ പാർട്ടി പോലെ E20 ജനതാ പാർട്ടി എന്നാണ് പുതിയ സമൂഹ മാധ്യമ മുന്നേറ്റത്തിന്റെ പേര്. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ വിഷയമായിരിക്കും ഇനി ആളിക്കത്താൻ പോകുന്നത്. E20 ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിനും കോക്രോച്ച് ജനതാ പാർട്ടി പോലെ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സിനെയും ലഭിക്കുന്നുണ്ട്. CJPയുടെ സമൂഹമാധ്യമ മുന്നേറ്റം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തുകയും അത് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാനെ താഴെ ഇറക്കുന്നതുവരെ എത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് E20 ജനതാ പാർട്ടിയും നെറ്റിസൻസിന്റെ ശ്രദ്ധയാകർഷിക്കുന്നത്. 20% എത്തനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിൽ നിർബന്ധമാക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഉയരുകയാണ്. അതുതന്നെയാണ് E20 ജനതാ പാർട്ടി എന്ന പേരിലെ സമൂഹമാധ്യമ കൂട്ടായ്മ. ആര് സ്ഥാപിച്ചു എന്ന് വ്യക്തമല്ലെങ്കിലും CJP സമരം വൻ വിജയമായതോടെ ഏതാണ്ട് 2024 മുതൽ തന്നെ രൂപം കൊണ്ട ഒരു X അക്കൗണ്ട് E20 ജനതാ പാർട്ടി എന്ന് പേര് മാറ്റുകയായിരുന്നു. E20 പെട്രോൾ എന്ത് എന്നത് സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. എത്തനോൾ എന്നത് കരിമ്പിലും ചോളത്തിലും നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്നതാണ്. എത്തനോൾ ബ്ലെൻഡഡ് ചെയ്ത പെട്രോൾ ഇന്ത്യയിൽ വലിയ വിമർശനത്തിനിടയാക്കിയ വസ്തുവാണ്. 20% എത്തനോൾ മിക്സ് ചെയ്താണ് ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോൾ വിൽക്കുന്നത്. ഇത് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്നുണ്ട് എന്നും വാഹനത്തിന് മൈലേജ് ക്ഷാമം നേരിടുന്നു എന്നെല്ലാമുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. അതോടൊപ്പം എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്നത് ഒരു വലിയ കൊള്ളയാണ് എന്നും ഇത് കരിമ്പ് ഫാക്ടറികൾക്ക് ലാഭമുണ്ടാക്കാനാണ് എന്നുമുള്ള വിമർശനങ്ങളും മറുവശത്ത് ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾ എത്തിപ്പെടുന്നതാകട്ടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയിലേക്കും. ആരോപണമുന മറ്റൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരിമ്പ് ഫാക്ടറികൾ മിക്കതും രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടേതാണ്. അതിൽ തന്നെ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കരിമ്പ് ഫാക്ടറി നിതിൻ ഗഡ്കരിയുടെ മക്കളുടേതും. ഇവരുടെ വരുമാനത്തിലാകട്ടെ 4000 ഇരട്ടി വർധനവുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീറ്റ് ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച സമരത്തിന് പിന്നാലെ അടുത്തത് നിതിൻ ഗഡ്കരിയാണോ എന്ന ചോദ്യം ഉയരുന്നത്. CJP സമരം വിജയിച്ചതിന് പിന്നാലെ പാറ്റകളിൽ ഒരാൾ പോലീസുകാരന് ബൈ പറഞ്ഞപ്പോൾ പരാമർശിച്ച ഒരു കാര്യം കൂടി സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായിരുന്നു. ടാറ്റ പോലീസുകാര അടുത്തത് നിതിൻ ഗഡ്കരിക്ക് വേണ്ടി കൂടാം എന്നായിരുന്നു അതിലൊരു റീൽ. ഈ റീൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെയാണ് എക്സിലും ഇൻസ്റ്റാഗ്രാമിലും E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. 2024 മെയ് മാസത്തിൽ ആരംഭിച്ച മറ്റൊരു പേരിലുണ്ടായിരുന്ന X അക്കൗണ്ടാണ് E20 ജനതാ പാർട്ടി എന്ന പേരിലേക്ക് മാറിയത്. മണിക്കൂറുകൾക്കകം 1,00,000 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 1,00,000-ൽ കൂടുതലായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ CJP പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ കൂട്ടായ്മയോ സംഘടനയോ അല്ല. സൗജന്യ ഇന്ധനമോ സബ്സിഡിയോ നൽകേണ്ടതില്ല. എത്തനോൾ കലർന്ന പെട്രോൾ പിൻവലിക്കണം എന്ന് പറയുന്നുമില്ല. പക്ഷേ ഉപഭോക്താക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഇന്ധനം വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് E20 ജനത പറയുന്നത്. അതായത് 100% ശുദ്ധമായ പെട്രോൾ ആവശ്യമുള്ളവർക്ക് അത് തന്നെ കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കണം. 2023 മുതൽ നിർമ്മിച്ച വാഹനങ്ങളിൽ 20% എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാം. 2019 മുതൽ 10% എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ നിരത്തിലിറങ്ങി. അവയ്ക്ക് 20% എത്തനോൾ കലർന്ന പെട്രോൾ അത്ര അഭികാമ്യമല്ല. എന്നാൽ 2019 മുൻപുള്ള വാഹനങ്ങൾ 100% പെട്രോളിൽ ഓടാനുള്ളതാണ്. ഇതാണ് വിവാദത്തിന് ആധാരം. അടുത്ത മാസം 4-ന് E20 ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയുടെ രാജി ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്റും സമൂഹമാധ്യമ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടൊപ്പം എത്തനോൾ പെട്രോൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും E20 കൂട്ടായ്മ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്വവും സുതാര്യതയും പാലിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ ഭാഗം കേൾക്കണമെന്നും മറ്റൊരു പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നതും കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ നിന്നാണ് സമൂഹമാധ്യമ കൂട്ടായ്മകളുടെ അടുത്ത ലക്ഷ്യം നിതിൻ ഗഡ്കരിയും E20 പെട്രോളുമാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം, രാജ്യം പ്രബല രാഷ്ട്രീയ കക്ഷികൾക്കപ്പുറം ജൻസി മുന്നേറ്റത്തിന്, ജൻസി രാഷ്ട്രീയത്തിന് തുടക്കമിടുകയാണോ എന്നാണ്. അത്തരമൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നതും സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഫലം വിശകലനം ചെയ്യുന്നതിൽ നിന്നാണ്.
കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സമൂഹ മാധ്യമ ആക്ഷേപഹാസ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചതും അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ചതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെ E20 പെട്രോളിനെതിരെയും കൂട്ടായ്മ ഉയർന്നു. ഓഗസ്റ്റ് 4-ന് E20 പാർട്ടി പാർലമെന്റ് മാർച്ച് നടത്തുമ്പോൾ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. CJP പോലുള്ള സംഘടനകൾ സമരം ഏറ്റെടുക്കുമോ എന്നതും കണ്ടറിയണം. E20 പെട്രോൾ എന്നത് 20% എഥനോളും 80% പെട്രോളും കലർന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. പല വിദേശ രാജ്യങ്ങളിലും എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ വാഹനത്തിന് കേടുപാട് വരുത്തുന്നതായി ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇതിന് കാരണം സ്വാഭാവികമായും ശരിയായ അർത്ഥത്തിലായിരിക്കില്ല ഇന്ത്യയിൽ പെട്രോളിൽ എഥനോൾ മിക്സ് ചെയ്യുന്നത് എന്ന് കരുതേണ്ടി വരും. എഥനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ ഉപയോഗിച്ചു തുടങ്ങിയതിനു ശേഷം വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് തകരാറുകൾ കണ്ടുവരുന്നുണ്ട്. തുടക്കത്തിൽ ഉപഭോക്താക്കൾ വാഹനത്തിന്റെ കാലപ്പഴക്കമോ മറ്റോ ആയിരിക്കാം എന്ന് കരുതിയെങ്കിലും പിന്നീടാണ് ഇത് പെട്രോളിൽ എഥനോൾ കലർന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലായത്. അടുത്തിടെ ഛത്തീസ്ഗഡിൽ ഒരു വാഹന ഉടമയ്ക്ക് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിച്ച് വാഹനം കേടായതിന്റെ പേരിൽ വാഹനത്തിന്റെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകാൻ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനുശേഷം വ്യാപകമായി എഥനോൾ പെട്രോളിന്റെ തകരാറുകൾ പറയുന്ന പല വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നായതിനാൽ തന്നെ കരിമ്പ് കർഷകരെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം എന്നായിരുന്നു സർക്കാരിന്റെ വാദം. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി നിതിൻ ഗഡ്കരി ഇതിന്റെ പ്രയോജനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിനിടയിൽ തന്നെ E20 പെട്രോൾ ഉപയോഗിച്ച വാഹനം കേടാകുമെന്ന് പറഞ്ഞവരോട് അത്തരം കേടായ ഒരു വാഹനം കാണിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. എന്നാൽ വ്യാപകമായി വിമർശനം ഉയർന്നതോടെ അദ്ദേഹത്തിന്റെ മറുപടിയുടെ ഭാഷയും മാറിയിരുന്നു. ഇതിനിടയിലാണ് എഥനോൾ പെട്രോളിന്റെ മറവിൽ കരിമ്പ് മില്ലുകൾ കൊള്ള ലാഭം ഉണ്ടാക്കുന്നതും എഥനോൾ പെട്രോൾ തന്നെ കൊള്ളയാണ് എന്ന വിമർശനവും ഉയർന്നത്. ഏറ്റവും വലിയ കരിമ്പ് ഫാക്ടറികളിൽ ഒന്ന് ഗഡ്കരിയുടെ മക്കളുടേതാണ് എന്നുകൂടി വാർത്ത പുറത്തു വന്നതോടെ സർക്കാരിനും ഗഡ്കരിക്കും ഇതിലുള്ള താല്പര്യം വ്യക്തമായി. ഇതാണ് അടുത്തത് നിതിൻ ഗഡ്കരിയാണോ ജൻസികളുടെ ലക്ഷ്യം എന്ന സംശയം ഉയരാൻ കാരണം. കാത്തിരുന്ന് കാണാം. CJP പാറ്റകളെ പോലെ E20കാരും കേന്ദ്ര BJP സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഉറക്കം കളയുമോ എന്ന്.